ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖം അടിപൊളിയായിട്ട് പോകുന്നു. അപ്പോൾ ഇത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ദിവസമാണ് വന്നതിൽ കാണിക്കുന്നത്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ലീവായിട്ട് 2-3 ദിവസമായല്ലോ മഴ കാരണം. അപ്പോൾ അതിന് മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. കുറേ ലേറ്റായിപ്പോയി എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം രാവിലെ തന്നെ എണീച്ച് ചായ കുടിക്കേണ്ട പരിപാടിയിലേക്ക് പോയത്. അപ്പം ചായയിൽ കുടിക്കാൻ ഞാൻ വരുമ്പോഴത്തേക്കും ഉമ്മ അവിടെ നാസ്തയ്ക്കുള്ള പരിപാടി നോക്കുന്നുണ്ടായിരുന്നു. നാസ്ത ആക്കാൻ പോകുന്നത് ഇന്ന് നമ്മുടെ നൂൽപുട്ടും പിന്നെ കുറുമ നല്ല ഗ്രീൻ പീസും ക്യാരറ്റൊക്കെ ഇട്ടിട്ടുള്ള കുറുമക്കറിയാണ് ഇന്ന് ആക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എണീച്ച് കുറച്ച് സമയം ഫോണൊക്കെ നോക്കി നോട്ടിഫിക്കേഷനൊക്കെ നോക്കി റിപ്ലൈ കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു. അതിന് ശേഷം പിന്നെ ഇതാ ചായ കുടിക്കാൻ വന്നിട്ടേ ഉള്ളത്. അപ്പോൾ ഞാനും ഉമ്മയും ചായ കുടിക്കണത്ര. ഉമ്മ ചായ കുടിക്കുന്നതിന് മുന്നേ ഇതൊന്ന് മാവൊന്ന് കുഴച്ച് വെക്കാൻ വേണ്ടിയിട്ട് പോയെന്ന്. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടി ചായ കുടിച്ച് എന്നിട്ടാകുമ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്കൂളിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കണം. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്കൂളിലെ ഒരുക്കങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ കുട്ടികളെ ഒരുക്കുന്നതിൻ്റെ തിരക്കും കാര്യങ്ങളും മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് തുടക്കത്തിൽ തന്നെ പറയുന്നത് ഒന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ ചായ കുടിക്കുന്ന സമയത്ത് ഉമ്മ പറഞ്ഞാൽ നമ്മുടെ സ്വീറ്റ് പോള ആക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒന്ന് ഉണ്ട് 2 പീസ് ബാക്കിയുണ്ടായിരുന്നു. അത് ഒന്ന് ഉമ്മ എടുത്തന്നെയാണ് ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഇതാ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വയ്ക്കുന്ന ബാഗും ബുക്സും പിന്നെ ടൈം ടേബിൾ എടുത്ത് വെക്കലും ടിഫിനും സ്നാക്സ് ബോക്സും പിന്നെ പ്ലേറ്റും ബോട്ടിലും ഇങ്ങനെയൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. ആ സമയം കൊണ്ട് ഉമ്മ ഇവിടെ നൂൽപൊട്ട് ചുടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഉമ്മ നൂലോട്ട് ചൂടുന്ന സമയം കൊണ്ട് ഞാനിവിടെ കുട്ടികളൊക്കെ റെഡിയാക്കി ആക്കിയിട്ടുണ്ട്. ഞാൻ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല. നമ്മളൊരു വീഡിയോ അതുപോലെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ബസ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടാളും ഇറങ്ങി. പിന്നെ അവർ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീട്ടിലെ പണിയൊക്കെ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ കാണിച്ചിട്ടില്ല. ഈ വീഡിയോയിലും പരമാവധി ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ബെഡ്ഷീറ്റും നമ്മളെ ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. അതിന് ശേഷം അടിച്ചുവാരലും തുടക്കലും ചെയ്യണം. ഇത് മൊത്തം എല്ലാ റൂമിലും കയറി കഴിഞ്ഞ് മടക്കി വെക്കേണ്ടതൊക്കെ വെച്ച് ഒരു അടുക്കി പറക്കി വെക്കേണ്ടതൊക്കെ വെച്ചതിന് ശേഷമാണ് അടിച്ചു വാരാൻ തുടങ്ങൽ. പൊതുവെ ഒരാൾ അടിച്ചു വാരും, പിന്നെ അതിന് ശേഷം വേറൊരാൾ തുടക്കും, അല്ലെങ്കിൽ രണ്ടും കൂടി ഒരാൾ ചെയ്യില്ല, അങ്ങനെയാണ്. അപ്പോൾ അടിച്ചു വരുന്നതിന് മുന്നേയായിട്ട് മോന് എന്തെങ്കിലും കുറുക്കാക്കി കൊടുക്കണം. അപ്പോൾ മോന് ഇന്ന് ഞാൻ ആക്കി കൊടുക്കുന്നത് ഓട്സാണ്. കുറുക്ക് പോലെ ആക്കിയിട്ട് കുറച്ച് 2 സ്പൂൺ പഞ്ചസാരയും 2 സ്പൂൺ ഓട്സും ഇട്ടിട്ട് പാലിൽ നല്ലോണം കാച്ചെടുത്തിട്ട് കൊടുക്കുകയാണ്. ഇത് മോനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ കുട്ടികൾക്കൊന്നും ഓട്സ് കൊടുത്ത് നോക്കിയിട്ടില്ലെങ്കിൽ കൊടുത്തു നോക്കുക, നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ അവന് അപ്പമൊന്നും കഴിക്കാത്ത ദിവസം പിന്നെ ഇതേപോലെ ഓട്സ് ആക്കി കൊടുക്കും. അപ്പം കഴിക്കുന്ന ദിവസം അങ്ങനെ അപ്പത്തിൽ തന്നെ അങ്ങനെ പോക്കാണ്. ഒന്നും തിന്നാത്ത ദിവസം ഇങ്ങനെ ആക്കി കൊടുക്കലാണ് ചെയ്യാറ്. അപ്പോൾ ഇതാക്കാൻ നിന്നാൽ അവനക്ക് പിന്നെ ഒട്ടും ക്ഷമയുണ്ടാവില്ല. പെട്ടെന്ന് തന്നെ കിട്ടണം. ഇത് അടുപ്പിലുള്ള സമയത്ത് തന്നെ അവൻ ഗ്ലാസ് എടുത്തിട്ട് അവിടെ റെഡി ആയിട്ട് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇത് അവനക്ക് കുടിക്കാൻ കൊടുത്തതിന് ശേഷം നമുക്ക് നാസ്തയ്ക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഞാനും ഉമ്മയും പിന്നെ ആങ്ങളുടെ ഭാര്യയുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് നാസ്ത കഴിക്കുകയാണ്. അപ്പോൾ കുറേ വർത്താനമൊക്കെ പറഞ്ഞ് കുറേ ഇരുന്ന് എന്നിട്ടാണ് നാസ്ത കഴിക്കുക. കുറച്ച് സമയം എടുക്കട്ടോ. ഞങ്ങൾ ഇരുന്ന് സംസാരിച്ച് വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ. എന്നിട്ട് അതിന് ശേഷം ക്ലീനിങ് പരിപാടിയിലേക്ക് പോകും, അടിച്ചു വാരാനൊക്കെ പോകും. അങ്ങനെയാണ് പൊതുവെ ചെയ്യാറ്. അപ്പോൾ ഇതാ ഞാൻ മാച്ചിട്ട് വന്ന സമയത്താണ് കണ്ടത് ഗേറ്റൊക്കെ തുറന്നിട്ടേ ഉള്ളത്. ഒന്നാമത് നായുടെയൊക്കെ ശല്യം ഭയങ്കരമായിട്ടുള്ള സമയമല്ലേ. അപ്പോൾ ഞാൻ ഗേറ്റ് അടക്കാൻ വന്നതാണ്. ഇപ്പോൾ അങ്ങനെ ഗാർഡൻ അങ്ങനെ ഇറങ്ങാറില്ല. ചെടികളൊക്കെ ഒന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കാറ് കുറവാണ്. മഴയുണ്ട് അങ്ങനെ പുറത്ത് അങ്ങോട്ട് ഇറങ്ങാറില്ല. അപ്പോൾ ഗേറ്റൊക്കെ അടച്ച്
എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ലല്ലോ നമ്മൾ ചെയ്യുന്ന പണി എല്ലാം ഒരു പണി തന്നെ, പക്ഷേ അത് എല്ലാ ദിവസവും ഈ ഒരു ഓർഡറിലായിരിക്കില്ല. ചില സമയം അടിച്ചുവാരലും തുടക്കലും ക്ലീനിങ് പരിപാടി എല്ലാം കഴിഞ്ഞ ശേഷമായിരിക്കും നമ്മൾ നാസ്ത കഴിക്കാനിരിക്കുന്നത്. അപ്പോൾ നന്ന ലേറ്റ് ആവും. ചില സമയം 11 മണി 11:30 എല്ലാം ആയിട്ടുണ്ടാവും നാസ്തയൊക്കെ കഴിക്കാൻ. അപ്പോൾ തുടക്കലും അടിച്ചുവാരലെല്ലാം കഴിഞ്ഞ് അതിന് ശേഷം കുറച്ച് തുണി മടക്കി വെക്കാനുണ്ടാവും. ഈ സമയത്താണ് ഞാൻ എഡിറ്റൊക്കെ ചെയ്യാറ്. എഡിറ്റും ഷോർട്സിൻ്റെ എഡിറ്റിങ്ങും ലോങ് വീഡിയോസിൻ്റെ എഡിറ്റിങ്ങും എല്ലാം ഈ ഒരു ഉച്ച സമയത്താണ് ചെയ്യാറ്, ഫുഡ് കഴിക്കുന്നതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ സമയത്ത് വീട്ടിൽ കറണ്ട് ഉണ്ടായിട്ടില്ല, പവർ കട്ടായിരുന്നു. നല്ല മഴയല്ലേ, മഴ ഇപ്പോൾ എന്ന് വെച്ചാൽ മഴ വരുന്നതിന് മുന്നേ കറണ്ട് പോകും. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് മോട്ടറിൽ വെള്ളമില്ല, ടാങ്കിയിൽ വെള്ളമില്ല. അലക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഇടാൻ നോക്കുമ്പോഴത്തേക്ക് കറണ്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഞാനും എൻ്റെ ബ്രദറിൻ്റെ വൈഫും കൂടിയിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ തോന്നി നമുക്ക് താളിയൊക്കെ ആക്കി റെഡിയാക്കി വെക്കാം, കറണ്ട് വന്നപാട് കുളിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി താളിയൊക്കെ ചെമ്പരത്തി പറിക്കാൻ വേണ്ടിയിട്ട് പോയി. നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ തന്നെ നല്ല വലുതായിട്ട് വളർന്നു വന്നിട്ടുണ്ട്, നല്ല രസത്തിൽ അങ്ങോട്ട് നല്ല വളർന്നിട്ടുണ്ട്. അപ്പോൾ അത് കുറേ പറിച്ചു. നല്ല മഴ ഉണ്ടായിട്ടാ. അപ്പോൾ ഈ സമയത്ത് മഴത്ത് ഇറങ്ങിയിട്ട് ഞങ്ങളത് പറിക്കാൻ പോയ സമയത്ത് ഉമ്മാരുടെ നല്ലോണം കിട്ടി. ഇങ്ങനെ മഴയൊക്കെ കൊള്ളുന്നതായിട്ട് ഫോണും അതേപോലെ തന്നെ മഴത്ത് നല്ലോണം നനഞ്ഞിട്ടുണ്ടായിട്ടാ. എന്തോ ഭാഗ്യത്തിന് പണി കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ട് നല്ലോണം മിക്സാക്കി, വെള്ളത്തിൽ നല്ലോണം മിക്സാക്കിയിട്ട് നല്ലോണം കൈനെ കൊണ്ട് തന്നെ നല്ലോണം ഞെരടി കൊടുത്തിട്ട് നല്ലോണം അതിൻ്റെ നീരെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇതൊക്കെ ഇട്ടിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് കറണ്ട് വന്നത്. നമ്മൾ കുളിക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കറണ്ട് വന്നത്. ഇങ്ങനെ താളി യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹെയർ കെയറിന് നല്ലതാണെന്ന് പറയുന്നുണ്ടായിന്. അപ്പോൾ ഞാനിത് മുൻപ് ഒരിക്കൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതിപ്പോൾ രണ്ടാമത്തെ ടൈമാണ് യൂസ് ചെയ്യുന്നത്. കുറേ വർഷങ്ങൾക്ക് മുന്നേ ഒരിക്കൽ യൂസ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇനി ഇത് സ്ഥിരമായിട്ട് നമുക്ക് അവൈലബിൾ ഉണ്ടല്ലോ, അപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ റെഡിയാക്കി പിന്നെ കുളിച്ചു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. കുളിക്കുന്നതിന് മുന്നെയാണ് ഫുഡ് കഴിക്കാനിരുന്നത്. കാരണം ലൈറ്റ് വന്നിട്ടുണ്ടായിട്ടില്ല, കറണ്ട് വന്നിട്ടുണ്ടായിട്ടില്ല മോട്ടറിൽ വെള്ളമടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ആക്കിയിട്ടുണ്ടായത് സാമ്പാറും പിന്നെ മീൻ വറ്റിച്ചതും, അയില മീൻ വറ്റിച്ചതും. അപ്പോൾ സാമ്പാർ എനിക്ക് വലിയ ഇങ്ങനെ ഇഷ്ടമില്ല, അപ്പോൾ അത് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് നമ്മുടെ ഉലുവച്ചീര, അപ്പോൾ തലേന്ന് രാത്രി ആക്കിയ ഉലുവച്ചീര കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഉലുവച്ചീരയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഷോർട്സിലാണ് ഇട്ടത്. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കാം. ഈ സമയത്തൊക്കെ നല്ല മഴയുണ്ട് കേട്ടോ പുറത്ത്. ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഒരു 3-3:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ.